channel in the kitchen with Bindu. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ബീഫ് കട്ട്ലറ്റ് ആണ്. ഇത് എൻ്റെ മമ്മിയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഞാൻ കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വൈകിട്ട് ചായയുടെ കൂടെ ആണെങ്കിലും ഉച്ചയ്ക്ക് സാൻഡ്വിച്ച് ഒക്കെ കൊണ്ടുപോകാനാണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു ഈ കട്ട്ലറ്റ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു 1 കിലോ 300 ഗ്രാമാണ് ഈ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ട്, ഉപ്പുണ്ട്, വെള്ളമുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യമേ തന്നെ ഇതൊന്ന് കുക്കറിലേക്ക് ആക്കി ഇതൊന്ന് വേവിച്ച് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബീഫ് നമ്മുടെ കുക്കറിൽ വെന്ത് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി അതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് ഏകദേശം 150 ഗ്രാമോളം ചെറിയുള്ളി ഞാൻ പൊളിച്ചു വെച്ചിട്ടുണ്ട്, 7 വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്, 1 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ പച്ചമുളക് നമ്മൾ ഓൾറെഡി ബീഫിൻ്റെ ഒപ്പം കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എരിവ് നോക്കിയിട്ടിടണം. കാരണം പ്രധാന എരിവ് എന്ന് പറയുന്നത് നമ്മൾ കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടിയും ഗരം മസാലയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ഇടണം. പിന്നെ കുരുമുളക് പൊടിയും കൂടി നമ്മൾ ചേർക്കുന്നത് കൊണ്ട് പച്ചമുളകിന്റെ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. അപ്പം ഞാനിവിടെ നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഇത് 1 മുളകേ ഇവിടെ എടുത്തിട്ടുള്ളൂ. 2 മുളക് ഓൾറെഡി ബീഫിൻ്റെ ഒപ്പം ഞാൻ കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ നേരം കൊണ്ട് ഇതൊരു 600 ഗ്രാം ഉരുളക്കിഴങ്ങുണ്ട്. ഇതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് പുഴുങ്ങിയെടുക്കണം. അപ്പം 1,300 ആയിരുന്നു നമ്മുടെ ബീഫ്. അപ്പോൾ ഇതിലൊരു 4 പൊട്ടറ്റോ ആദ്യം ചേർത്ത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഒന്നും കൂടി ചേർക്കാം. അപ്പോൾ 600. അപ്പോൾ നമ്മുടെ എത്ര സോഫ്റ്റ് ആണോ നമ്മുടെ മീറ്റ് അതിനനുസരിച്ചുള്ള പൊട്ടറ്റോ ചേർത്താൽ മതി. അപ്പോൾ ഏകദേശം 600 ഗ്രാം ആണ് ഇതുള്ളത്. ഇത് ഞാനൊന്ന് കഴുകി പുഴുങ്ങിയെടുക്കാൻ പോവാം. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒരു സ്റ്റാൻഡ് മിക്സറിന്റെ അറ്റാച്ച്മെന്റിൽ ഇട്ടിട്ടാണ് ഞാൻ ഇതൊന്ന് അരച്ചെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മിക്സിയിലിട്ടും ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതിനകത്ത് കൂടി നമ്മൾ ഈ പണ്ടൊക്കെ ഉള്ള കൈയൊക്കെ ഇട്ട് കറക്കൂലേ, അതേ സെയിം എഫക്റ്റ് ആണ്. എന്നിട്ട് ഇതിങ്ങനെ അതൊക്കെ ഇതിനകത്തോട്ടൊന്ന് ആക്കി കൊടുക്കണം. എന്നിട്ട് ഇത് ഓണാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ താഴത്തെ ഇടിക്കൂടി വരും. അപ്പോൾ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഇതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. സാധാരണ ഇത് ഞാൻ അരച്ചാണ് ഇടുന്നത്, പക്ഷേ ഇപ്പം ഞാൻ പൊടിയുള്ളത് കൊണ്ട് അതും അതുപോലെ ഗരം മസാലയും കൂടി ഇറച്ചി മസാലയുടെ കൂട്ടും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം, കരിയൊന്നും ചെയ്യരുത്. ആ പച്ച മണം ഒന്ന് മാറി വരണം, ഒരു 1 മിനിറ്റ്. അപ്പോൾ കുരുമുളകിൻ്റെ ആ പച്ചമണം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മൂപ്പിച്ച് എടുക്കണം. ഇനി ഈ മസാലക്കൂട്ടിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഇറച്ചി വേവിക്കാൻ നേരം ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും ഇനിയിപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടിന് വേണ്ടി ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ മഞ്ഞൾപ്പൊടി ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരുവിധം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് മീറ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇതിന്. അപ്പോൾ നമ്മുടെ ഉള്ളിയും മസാലക്കൂട്ടൊക്കെ ഒരുവിധം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. ഇപ്പം ഇതിനകത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഈ മീറ്റിനകത്ത് വെള്ളം ഉള്ളത് കൊണ്ട് ആദ്യം നമുക്ക് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അത് മൂത്ത് വരുംതോറും ഇതിൻ്റെ ലൈറ്റായിട്ട് വരും. പിന്നെ ഇതിൻ്റെ മൂപ്പ് പാകം എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യം പോലെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ ഫ്രീസറിൽ ഒരു മാസം വരെയൊക്കെ ഒരു കേടും കൂടാതെ ഇരിക്കും. നന്നായിട്ട് മൂപ്പിച്ച് കട്ട്ലറ്റ് പിടിച്ച് ഒരു ബട്ടർ പേപ്പർ ഇങ്ങനെ ലെവൽ ചെയ്തിട്ട് ഒരു പാത്രത്തിനകത്ത് സെക്യൂർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ളപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതല്ല നിങ്ങൾ ഇന്ന് ഉണ്ടാക്കി നാളെ ഉപയോഗിക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനിത്
ഒരു പാർട്ടിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് അധികം ആളുകളുണ്ടാവും. അത് ആക്ച്വലി ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഒരുവിധം ഞാൻ നന്നായിട്ട് മൂപ്പിച്ചാണ് ഇത് എടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇതിങ്ങനെ അടിയിൽ കുറച്ച് ഒട്ടണുണ്ട് എന്ന് വിചാരിച്ച് ഇതിൽ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇത് മൂക്കും തോറും ഇത് ശരിയായി വന്നോളും. അതുപോലെ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിലാണോ ഒഴിക്കുന്നതെങ്കിലും എണ്ണ തീരെ കുറവ് ഒഴിച്ചാൽ മതി. എണ്ണ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ കട്ട്ലറ്റിന്റെ മീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കാര്യം നമുക്ക് ചെയ്യണം. ഇതിന്റെ ഉപ്പൊന്ന് നോക്കണം. കാരണം ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി ചേർത്തിട്ടാണ് നമ്മൾ കട്ട്ലറ്റ് പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഒരു ഫൈനൽ ഇതായിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഇറച്ചി മസാല പൊടിയും കൂടി ഒന്നിട്ട് ഒരു ഫൈനൽ ഇതാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. കാരണം നമുക്കൊരു ശകലം ഉപ്പും കൂടി വേണം ഇതിന്. നമ്മുടെ ഉപ്പ് നോക്കിയിട്ട്, കാരണം പൊട്ടറ്റോ ഇടുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കുറവുണ്ടാവും. അപ്പോൾ തീയൊക്കെ ഞാൻ ഓഫ് ചെയ്തു. ഞാൻ ആ പൊടിച്ചു വെച്ചിരുന്ന പൊട്ടറ്റോയും കൂടി ഇതിലേക്ക് നല്ല ചൂടോടുകൂടി തന്നെ ചേർത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ച്, നമ്മൾ 600 ഗ്രാം ആണല്ലോ മൊത്തം പൊട്ടറ്റോ എടുത്തത്, അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പൊട്ടറ്റോ മാഷ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഉടയാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കളഞ്ഞേക്കണം. കാരണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കട്ട്ലറ്റ് പൊട്ടിപ്പോവും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കട്ട്ലറ്റായിട്ട് ഒന്ന് പിടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സ്പൂണിൽ വെച്ച് പിടിക്കുന്നവരുണ്ട്. ഇതിപ്പോൾ ഞാൻ സർക്കിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് പിടിച്ച് ഞാനിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ കട്ട്ലറ്റ് എല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ചോറിനോടെയാണ് കഴിക്കണമെങ്കിൽ ഞാൻ മുട്ട മാത്രം മുക്കിയിട്ടാണ് ഇത് പൊരിക്കാറുള്ളത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി. അല്ല സ്നാക്ക് ചായയുടെ കൂടെ അല്ലെങ്കിൽ സാൻഡ്വിച്ചിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ മുട്ടയും ബ്രെഡ് ക്രംസ് മുക്കിയിട്ടാണ് ഇത് പൊരിക്കാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിതൊന്ന് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി എണ്ണ ചൂടാകുമ്പോൾ വറുത്തെടുക്കാൻ പോവാണ്. ഇപ്പം നമ്മുടെ അടുപ്പിൽ വെച്ചിട്ടുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പം മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ടുള്ള കട്ട്ലറ്റ് നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ കട്ട്ലറ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 4 കട്ട്ലറ്റാണ് ഞാനിപ്പോൾ പൊരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വൈകുന്നേരത്തേക്ക് വേണ്ടിയാണ്. പക്ഷെ ഇത് ചായയുടെ കൂടെ ആണെങ്കിലും അല്ല ചോറിൻ്റെ കൂടെ ആണെങ്കിലും സാൻഡ്വിച്ച് ആയിട്ടാണെങ്കിലും ഒക്കെ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ ഇനി അടുത്ത തവണ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണും വരെ എല്ലാവർക്കും ബൈ.